എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് 2 ക്ലീനിങ് ടിപ്സുമായിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ പറ്റിയിട്ടുള്ളതായിരിക്കും ഡ്രസ്സിലൊക്കെ ക്യൂടെക്സ് ആയിട്ട് ആ ഒരു ഡ്രസ്സ് പിന്നെ ഇടാതൊക്കെ മാറ്റി വെച്ചിട്ടുള്ളൊരവസ്ഥ. അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങ് എടുത്തോ കേട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു കറ കളയാം. അതിന് വേണ്ടിയിട്ട് ഇത് ഒത്തിരി നാൾ മുമ്പ് ക്യൂടെക്സ് ആയൊരു ക്ലോത്താണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം റബ്ബ് ചെയ്യുക കേട്ടോ. ഞാനിതിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടില്ല. അതൊന്ന് കുതിർന്ന് വരെ ഒന്ന് വെച്ചിട്ട് 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാവും. അതിനുശേഷം ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല പുതിയ തുണിയൊക്കെ ആണെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതൊരു 2-3 മിനിറ്റോളം ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. ഒരു 2 മൂടി അളവിൽ വിനാഗിരി ഇതിന് വേണ്ടി ചിലവാകും. അതേപോലെ തന്നെ ഒരു 20 മിനിറ്റ് ഓളം വേണ്ടി വരും കേട്ടോ ഈ ഒരു കറ നമുക്ക് കളയാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തന്നെ ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച്, പഴയ ക്ലോത്തൊക്കെ ആണെങ്കിൽ ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള കറിയൊക്കെ ഇളകി പോയിട്ടുണ്ട്. ഇനിയിത് ഞാൻ വെള്ളത്തിൽ കഴുകിയിട്ട് കാണിച്ചു തരാവേ. ഇനിയപ്പോൾ ഈ ഒരു പാട് മാത്രമേ ഉള്ളൂ. ബാക്കി അതിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ വീണ്ടും അതേപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ലോണം ചീഞ്ഞിട്ടുള്ളൊരു ചെറുനാരങ്ങയാണ്. ഇങ്ങനത്തെ ചെറുനാരങ്ങയായിട്ട് ഇങ്ങനെ തന്നെ എടുക്കുക, അല്ലെങ്കിൽ മറ്റേത് ഒരു പകുതി കഷ്ണം എടുക്കുക കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ളത്. എന്നിട്ട് ഈ ബേക്കിംഗ് സോഡേൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2-3 മിനിറ്റ് വരെ നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. നല്ല പുതിയ ക്ലോത്തൊക്കെ ആണെങ്കിൽ കൈ വെച്ചിട്ട് ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. കോട്ടൻ്റെ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആയതാണെങ്കിലാണ് കേട്ടോ ഒത്തിരി പ്രയാസം നമുക്കിത് കളയാൻ വേണ്ടിയിട്ട്. മറ്റേ വല്ല തുണിയിലാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടുത്തൊരു സ്റ്റെപ്പ് കുറച്ച് വിം ലിക്വിഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒന്നും കൂടെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിം ലിക്വിഡ് തന്നെ എടുക്കണമെന്നില്ല. സർഫ് എക്സലിൻ്റെ സോപ്പ് പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അതാകുമ്പം കുറച്ചും കൂടെ എളുപ്പമാണ് ഈ ഒരു കറ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം. ഇത് ഒത്തിരി 1 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു ക്യൂടെക്സിൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ കഴുകിയിട്ട് ഒരു പാട് മാത്രമാണുള്ളൂ ലൈറ്റായിട്ട്. അത് നമ്മൾ ക്രമേണ തുണി കഴുകുന്നതിനനുസരിച്ച് പോയിക്കോളും കേട്ടോ. ഒരു സോപ്പ് പൊടിയിലൊക്കെ കുതിർത്ത് വെച്ചിട്ടൊക്കെ നമ്മൾ തുണി കഴുകുന്നതിനനുസരിച്ച് പോയിക്കോളും. നല്ല പുതിയ ക്ലോത്തൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഷാമ്പൂ ഒക്കെ ഇടുമ്പോൾ ഒക്കെ തന്നെ പോയിക്കോളും കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ളൊരു പാട് മാത്രമാണ് ഉണ്ടാവത്തുള്ളൂ. അപ്പം അടുത്തതായിട്ട് നമ്മൾ തുണിയിലൊക്കെ പെട്ടെന്ന് തന്നെ ക്യൂടെക്സൊക്കെ മറിഞ്ഞിട്ട് അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റബ്ബ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഈ ഒരു കളറൊക്കെ പോയിട്ട് വരുന്നതായിട്ട് കാണാം. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് നോക്കുക കേട്ടോ. ഞാൻ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ അതിൻ്റെ ഒരു പാട് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വിം ലിക്വിഡാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വിം ലിക്വിഡ് ആക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ മറിഞ്ഞിട്ടുള്ള ഈ ഒരു ക്യൂടെക്സിൻ്റെ മുകളിലേക്കൊക്കെ ആകുമ്പോൾ വിം ലിക്വിഡ് വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ കറ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റോളം നമ്മൾ റബ്ബ് ചെയ്യേണ്ടി വരും കേട്ടോ. ഈ ഒരു ചെറുനാരങ്ങയും വിം ലിക്വിഡും കൂടെ വെച്ചിതാക്കുമ്പോൾ തന്നെ ഈ ഒരു കറ മൊത്തത്തിൽ അങ്ങ് പോകുന്നുണ്ട്. ഇനി ഞാനതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ കറങ്ങ് പോയിട്ടുണ്ട്. ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അത് നമ്മൾ അലക്കുന്നതിനനുസരിച്ച് അങ്ങ് പോയിക്കോളും. എന്നാലും ഒത്തിരി പഴക്കം ചെന്നിട്ടുള്ള ക്യൂടെക്സ് കറേൻ്റെ ഈ ഒരു ക്ലോത്തിനെക്കാട്ടും കൂടുതലായിട്ട് ഇതിൽ പോയിട്ടുണ്ട്. എന്നാൽ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് കുറച്ച് വിം ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി എന്ന് പറഞ്ഞാൽ ചിലർക്കറിയില്ല, നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന ഈ ഒരു സുർക്കയാണ് കേട്ടോ. നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് കൂടിയാണ് കേട്ടോ ഈ ഒരു സുർക്ക. അപ്പോൾ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പഴയൊരു ബ്രഷാണ് കേട്ടോ വേണ്ടത്. ഈ പഴയൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതെന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളുള്ള വീട്ടിലൊക്കെ ചുവരിൻ്റെ മുകളിലായിട്ട് നല്ല രീതിക്ക് തന്നെ ചിത്രപ്പണികളൊക്കെ ഉണ്ടാവും. ഇത് അത്യാവശ്യം വൃത്തികേടായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെ ഇത് മാത്രമല്ല ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഇങ്ങനെ ഇത് കളയാറാണ് പതിവ്. അപ്പോൾ ഇന്ന് കളയുമ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചു എന്നുള്ളൂ കേട്ടോ. ഈ ഒരു ബ്രഷിൽ ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലിക്വിഡ് ആക്കിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ചുമര് പറഞ്ഞിട്ടിങ്ങ് വരുമോ, ചുമരിന് എന്തെങ്കിലും ഇതാവുമോ ഒന്നും ഇല്ല കേട്ടോ.
നല്ല രീതിക്ക് തന്നെ നമുക്കിതിൻ്റെ മുകളിലുള്ള കറ മാത്രമാണ് ഇളകി വരത്തുള്ളൂ. ചുമര് മൊത്തത്തിലായിട്ട് ഇളകി വരുമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തുണി വെച്ചിട്ട് തുടച്ച് കൊടുക്കുക കേട്ടോ. 1-2 പ്രാവശ്യം നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു തുണി നമ്മൾ കഴുകിയിട്ട് വീണ്ടും ആക്കുക കേട്ടോ, അല്ലെങ്കിൽ ചുമരുമ്മൽ മൊത്തത്തിൽ അഴുക്കായി പോവും. അപ്പം വീണ്ടും റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും തുണി എടുത്തിട്ട് ഇതേപോലെ തുടച്ച് കൊടുക്കുക കേട്ടോ. ഇത്രത്തോളം ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഈ ഒരു ടിപ്പ് വെച്ചിട്ട് നമുക്ക് പെൻസിലിൻ്റെയും പെന്നിൻ്റെയും ക്രയോൺസിൻ്റെയും സ്കെച്ച് പെന്നിൻ്റെയും ഒക്കെ കറ കളയാൻ വേണ്ടിയിട്ട് പറ്റും.